കൊല വിളിച്ചും വെല്ലുവിളിച്ചും അർജുനായങ്കി ജയിലിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുനായങ്കി റിമാൻഡിൽ. തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. ഒളിവിലിരുന്ന് ആഭ്യന്തര വകുപ്പിനും പോലീസിനും നേരെ വെല്ലുവിളി തുടർന്ന അർജുനായങ്കിയെ പുലർച്ചെ 2:30 കണ്ണൂരിലെ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയേക്കും. 23 കേസുകളാണ് ആയങ്കിക്കെതിരെ ഉള്ളത്. അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജിതിൻ, സുഭാഷ് എന്നിവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അർജുനായങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയും കസ്റ്റഡിയിലാണ്. അർജുനായങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 ചുവപ്പ് കാറിൽ ആയങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. അർജുനെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. ജനങ്ങളെ വെല്ലുവിളിച്ചാൽ ശക്തമായ നടപടി എന്നതാണ് ആഭ്യന്തരമന്ത്രി സൂചിപ്പിക്കുന്നത്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട് ആഭ്യന്തരമന്ത്രി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം KV ബൈജുവിലേക്ക്. ബൈജു, സർക്കാരിനെ വെല്ലുവിളിച്ച, പോലീസിനെ വെല്ലുവിളിച്ച അർജുനായങ്കിയെ തൂക്കി അകത്തിട്ടിരിക്കുകയാണ് കേരള പോലീസ്. വളരെ നാടകീയമായ രംഗങ്ങളാണ് അർദ്ധരാത്രി അരങ്ങേറിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രേണുക, ഞാനിപ്പോൾ ഉള്ളത് കൂത്തോപറമ്പ് മുൻസിഫ് കോടതിയിലാണ്. അല്പസമയം മുമ്പാണ് അർജുനായങ്കിയെ ഇവിടെ ഹാജരാക്കിയത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് അർജുനായങ്കിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഈ പ്രതിയെ ഇപ്പോൾ തലശ്ശേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇയാൾക്ക് ജാമ്യാപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും അർജുനായങ്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ആയിരിക്കുന്നു. അതോടൊപ്പം കോതമംഗലത്തുള്ള സ്റ്റേഷൻ SHOയും ഇവിടെ എത്തിയിരുന്നു. കാരണം അങ്ങോട്ടേക്ക് കൈമാറേണ്ടതുണ്ട് പ്രതിയെ. അതിനുള്ള നടപടികളായിരിക്കും ഇനി ഉണ്ടാവുക. അവർക്ക് അവിടെ ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുനായങ്കിയെ കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും നാടകീയമായ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 3:45 ഈ അഭിഭാഷകയുടെ വീട്ടിലേക്ക്, അപ്പാർട്ട്മെന്റിലേക്ക് അർജുനായങ്കി എത്തുന്നത്. അതിന്റെ CCTV ദൃശ്യം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. പിന്നീട് കൃത്യമായി പോലീസിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ പുലർച്ചെ 2:45 പോലീസ് സംഘം ആ ഫ്ളാറ്റിലെത്തുന്നു. അർജുനായങ്കിയെ കയ്യോങ്ങോടെ പൊക്കുന്നു. പിന്നീട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, ആരാണ് അർജുനായങ്കിക്ക് ഇത്തരത്തിൽ ഈ ഒളിവിൽ പോകാൻ അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ നൽകിയത് എന്നൊക്കെയായിരുന്നു. അങ്ങനെ 2 പേരെ നേരത്തെ കരുതൽ തടങ്കലിൽ വളപട്ടണം പോലീസ് പിടിച്ച 8 പേരിൽ 2 പേരെ, സുഭാഷും മറ്റൊരാളെയും പ്രത്യേക അന്വേഷണ
സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ഇവർ ഈ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റത്തിനാണ് ഇവരെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം ഇനി വളരെ നിർണായകമാവുക പോലീസിന്റെ വരും മണിക്കൂറുകളിലെ നീക്കമായിരിക്കും. ഇതിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കാപ്പ കേസ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തേണ്ടതുണ്ട്. കാരണം 23 കേസുകൾ, 12 കേസുകൾ വളപട്ടണം സ്റ്റേഷനിൽ മാത്രം, അതും കൊലപാതകം, അത്തരം നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാപ്പ കേസ് ഉൾപ്പെടെ ചുമത്തി ഇയാളെ എന്നേക്കുമായി ജയിലിൽ അടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ചു. ആ കേസിലാണിപ്പോൾ അറസ്റ്റിലായത്. ആ കേസിൽ ഇപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നു. അങ്ങനെ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്ന് ഇത് ജാമ്യം ലഭിക്കുന്ന കുറ്റമായിരുന്നു. IT ആക്ടും അതുപോലെ തന്നെ കലാപാഹ്വാനവും ജാമ്യം സ്വാഭാവികമായും ജാമ്യം അപേക്ഷ നൽകിയിരുന്നെങ്കിൽ ജാമ്യം ലഭിക്കുമെന്ന ഒരു കുറ്റമായിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല. അതേ തുടർന്ന് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ട്രാൻസിസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് കോതമംഗലത്തിലെ കേസിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2 കേസ് വീണ്ടും ഇനി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. ആ കേസുകൾ തുടർന്ന് വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ACP ആസാദ് ഉൾപ്പെടെ ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം സ്ഥിരീകരിച്ചത്. മാത്രമല്ല ഇവരുടെ അഭിഭാഷകർ ഉണ്ടായിരുന്നു, ഇവിടെ അർജുൻ നായങ്കിയുടെ അഭിഭാഷകർ ഉണ്ടായിരുന്നു. അവരും വ്യക്തമാക്കിയതാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതാണ്. അഭിഭാഷകർ ഉണ്ടായിട്ടും ജാമ്യാപേക്ഷ നൽകിയില്ല. ഏതായാലും ഇത് ഒരു പക്ഷേ ഇവരുടെ ഒരു തന്ത്രമായിരിക്കാം. പെട്ടെന്ന് കോതമംഗലത്തേക്ക് പോലീസിന് കൊണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കാനും അതിന് സമയമെടുക്കാനായിരിക്കും. എന്തായാലും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പുറത്തിറങ്ങാൻ കഴിയാതെ, ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ കാപ്പ ഉൾപ്പെടെ ചുമത്തണമെന്ന് ആവശ്യം വരുന്നു. ഏതായാലും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ തോതിൽ പരാമർശം ഇയാളുടെ ഭാഗത്തുനിന്ന് പരിഹസിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതായത് കടലിൽ പോയവരെ കണ്ടെത്തിയോ നിങ്ങൾ എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ഈ ഒരു സബ് ജയിലിലേക്ക് ഇവിടെ കോടതിയിലെത്തിച്ച് സബ് ജയിലിൽ കൊണ്ടുവന്നവരെ ഒരു തരത്തിലും പ്രതികരിക്കാൻ അർജുൻ നായങ്കി തയ്യാറായിട്ടില്ല. അർജുൻ നായങ്കിയുടെ അഭിഭാഷകരും വ്യക്തമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി പോലീസിന്റെ തുടർ നീക്കം വളരെ നിർണായകമായിരിക്കും. എന്താണ് ഇനി അടുത്ത നീക്കം എന്നത് സംബന്ധിച്ച് അത് ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തി, പക്ഷേ ജാമ്യാപേക്ഷ നൽകാതിനെ തുടർന്ന് ഇപ്പോൾ റിമാൻഡ് ആയിരിക്കുന്നു. തലശ്ശേരി സബ് ജയിലിലേക്കാണ് ഇപ്പോൾ അർജുൻ നായകിയെ കൊണ്ടുപോയിരിക്കുന്നത്. രേണുക. ശരി, KV ബൈജു ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഏറെ നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അവിടം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അർജുൻ നായങ്കി എന്നതാണ് KV ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.